ഹായ് ഓൾ. അങ്ങനെ LPUP എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വർഷത്തിലേറെയായി നമ്മൾ കഠിനമായിട്ടുള്ളൊരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ ഞാനും ഉണ്ടായിരുന്നു ഒരു മെൻറ്ററായിട്ട് നിങ്ങളോടൊപ്പം. നിങ്ങളെല്ലാം വളരെ ഉഷാറായിട്ടാണ് പഠിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു മെസ്സേജായിട്ടും ഒരു ഫോൺ കോളായിട്ടും അതിരാവിലെ എന്നെ വിളിച്ചുണർത്തിയിരുന്നത് നിങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി കുട്ടികളുടെ കുട്ടികളുടെ പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അവരുടെ പ്രതികൂല സാഹചര്യങ്ങൾ ഒത്തിരി ഞാൻ അറിഞ്ഞതാണ്. അവർക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ഞാൻ ഈ ഒരു LPS UPS ബാച്ചിൻ്റെ ഒരു ഏകദേശം 2023 സെപ്റ്റംബർ തൊട്ടിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് ആയിട്ടും മാത്സ് ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് 2023 സെപ്റ്റംബർ തൊട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഒരു എന്താ പറയുക പല കാര്യങ്ങളിലും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ എനിക്ക് ഏറ്റവും ഈ ഒരു ബാച്ചിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഓഫ്ലൈൻ എക്സാമിൻ്റെ ഒരു ഇവൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഓൺലൈനായിട്ട് പഠിപ്പിച്ച ഒരുപാട് പേരെ നേരിട്ട് കാണുമ്പോൾ അവർ നമ്മളെ കണ്ട സമയത്ത് നമ്മളെ അപ്രോച്ച് ചെയ്ത രീതി അതൊക്കെ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ്സുകളാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നെറ്റ് ഇഷ്യൂ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്തുണ്ടാവും. അപ്പോഴൊക്കെ പിള്ളേർ അവർ കാമാണ്, അവർ ഓക്കെ അത് കുഴപ്പമില്ല സാർ ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോഴൊക്കെ ഡൗൺ ആയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് എപ്പോഴൊക്കെ ഡൗൺ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ പിള്ളേർ നമ്മുടെ കൂടെ കാമായിട്ട് അത് ഓക്കെയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. സോ അത്രയും ഒരു നല്ലൊരു റെസ്പോൺസാണ് പിള്ളേരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹായ് ഓൾ. നമ്മൾ LPUP എന്ന് പറയുന്ന നമ്മളുടെ ഒരു വലിയ കോഴ്സിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഈ കോഴ്സിൽ നമുക്കുണ്ടായിരുന്നത്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിലുള്ള കുറേ കുട്ടികളുമായിട്ട് കുറേ പേരുമായിട്ട് വളരെ നല്ല ഒരു കമ്മ്യൂണിക്കേഷനും നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ സാധിച്ചു. അപ്പോൾ അതായത് പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളുടെ കോഴ്സൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അതിലെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് പഠിച്ച് മുമ്പോട്ട് വരികയായിരുന്നു. അപ്പം ഇനിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾ ടീച്ചേഴ്സിനും മെൻറ്റേഴ്സിനും എല്ലാവർക്കും അത് കുറേ പേരുമായിട്ട് വളരെ നല്ല ക്ലോസ് റിലേഷൻഷിപ്പ് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പല രീതിയിൽ അവർക്ക് മെൻ്റൽ സപ്പോർട്ടിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും സബ്ജക്റ്റ് റിലേറ്റഡ് ആണെങ്കിലും എല്ലാം നമ്മളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പിന്നെ ആ ചോദിക്കുന്ന ഡൗട്ടൊക്കെ നമുക്ക് മാക്സിമം അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം നമ്മൾ അതുപോലെ തന്നെ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരതുപോലെ തന്നെ തിരിച്ച് നമ്മളോടും അങ്ങനെ തന്നെയായിരുന്നു. എന്നിരുന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കുറേ നാളായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. ഹായ്, ഞാൻ ദിവ്യയാണ്. അപ്പോൾ ഈ LPUP ബാച്ചിനോടൊപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 1.25 വർഷമായി. കാരണം ഞാൻ CCയിൽ ജോയിൻ ചെയ്തിട്ട് 1.25 വർഷത്തോളം ആയി. അന്നേരം തൊട്ട് ഞാൻ LPUP ബാച്ചിൻ്റെ മെൻറ്ററാണ്. സ്പാർക്ക് ബിയുടെ മെൻറ്ററായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ഓരോ ബാച്ചും കിട്ടുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി അവരോടൊപ്പം ഉള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ള മെൻറ്റേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും ഈ LPUP നമ്മുടെ സ്റ്റുഡൻസിനോടൊപ്പമായി. അവർ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ അവർക്ക് ഗുഡ് മോർണിംഗ് വിഷസ് നേരുന്നു. അവരുടെ ഒരു ദിവസത്തെ ലൈഫ് ശരിക്കും നമ്മുടെ കൺട്രോളിലായി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയായിരുന്നു ഞങ്ങൾക്ക് അവരുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അത് ഈ ഒരു 1.25 വർഷവും ഞങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ആരൊക്കെയോ ആയി എന്നുള്ളത് അവരുടെ മെസ്സേജസ് കാണുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഫോൺ കോൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് ഓഫ്ലൈൻ എക്സാമിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സ്റ്റുഡൻസും നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കുമ്പോഴൊരു പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളെ ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുവാന്ന് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ വോയിസ് മാത്രം കേൾക്കുന്ന അങ്ങനെ ഒരു പരിചയം മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലെ ആരൊക്കെയോ പോലെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അത്രയും ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഈ ഒരു പ്രോജക്റ്റ്, അതായത് LPSA UPSA പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏറെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ്. ആ ഒരു പ്രതീക്ഷ അവസാനം വരെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത്, കാരണം റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തിനടുത്തുണ്ടായിരുന്ന ഈ ഒരു യാത്ര വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ അവസാനം വരെ എത്തി നിൽക്കുന്നതിൽ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഫാക്കൽറ്റി മാത്രമല്ല മെൻറ്റേഴ്സും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്നൊരു സമയമാണിത്.
അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓർക്കാനുണ്ട്. കാരണം നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത് സ്പാർക്ക്, സ്മാർട്ട്, സക്സസ്, ഇങ്ങനെ ഒരു 3 ലെവലായിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് അല്ലേ. ഈ ഒരു ബാച്ചിൽ സ്പാർക്ക് എ മുതലാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം ഒരു 18ഓളം ബാച്ചുകൾ ഉണ്ടായിരുന്നു. സ്പാർക്ക് എ, ബി, സി, ഡി അങ്ങനെ ഒരു 18ഓളം ബാച്ചുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തുടങ്ങിയതാണ് SQ ബാച്ചുകൾ. SQ ബാച്ചും ഒരു 10ഓളം ബാച്ചുകൾ നമുക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം വെക്കേഷൻ ബാച്ച് വന്നു, ക്രാഷ്, ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഒരുപാട് ബാച്ചുകൾ വന്നു. ഈ സ്പാർക്കിലുള്ളവരെല്ലാം തന്നെ പഠിച്ച് 1 or 2 പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞ് അവർ സ്മാർട്ടിലേക്ക് എത്തി. ഈ ഒരു ലെവല് പോകുമ്പോൾ നമ്മുടെ ഒപ്പം നിന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. കാരണം ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോയ ഒരുപാട് പേരുണ്ട്. കാരണം അവരൊക്കെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കണ്ടിന്യൂ ചെയ്യാതെ പോയത്. പക്ഷേ കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് പഠിച്ച് സ്പാർക്കിൽ നിന്നും, സ്പാർക്ക് എ ബാച്ചിൽ നിന്നും സ്മാർട്ടിലേക്ക് എത്തി ഇന്ന് പരീക്ഷ എഴുതി അവസാനിപ്പിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട്. കൂട്ടുകാരെന്ന് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചേർത്ത് നിർത്താൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്പാർക്ക് എയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആതിര, ലക്ഷ്മി, അനീസ എന്നൊക്കെ പറയുന്ന സ്റ്റുഡൻസ് അവരത്രയും വേണ്ടപ്പെട്ടവരായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. അവരുടെ ഓരോ പ്രശ്നങ്ങളും നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ പ്രശ്നങ്ങൾ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും. ഫാമിലിയിലായാലും പേഴ്സണലായാലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് പഠനം മുടങ്ങിപ്പോകുന്നവരുണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ പഠനം 2 ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരപ്പം നമ്മളെ വിളിക്കും, മിസ്സേ 2 ദിവസമായി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പഠിക്കുമ്പോൾ ആകെ ടെൻഷൻ വരിക. അവർ നമ്മളെ വിളിക്കുന്നുണ്ട്. ആ നമ്മളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ വീട്ടിലുള്ള ആരോ ആയിട്ട് നമ്മളെ കാണുന്നത് കൊണ്ടല്ലേ. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവർക്ക് ഒരു കെയർ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. ഒരു പഠനത്തിൻ്റെ കാര്യത്തിലായാലും മെൻ്റലി ആയാലും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഈ ഒരു അവസാനം വരെ നിന്ന ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. അവരിപ്പോഴും പരീക്ഷ കഴിയുമ്പോഴും നമ്മളെ മെസ്സേജ് അയക്കും. അതേപോലെ തന്നെ SQ ബാച്ചിലുണ്ടായിരുന്ന പ്രസന്ന എന്ന് പറഞ്ഞ ഒരു ചേച്ചി തന്നെ വിളിക്കാം. കാരണം ചേച്ചിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയുള്ള, പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് പരീക്ഷയ്ക്ക് പോയപ്പോൾ ചേച്ചി വന്നു കണ്ടു, ഒരുപാട് സങ്കടമൊക്കെ പറഞ്ഞു. കാരണം ചേച്ചിക്കും ഈ ഒരു ജോലി അത്യാവശ്യം തന്നെയാണ്. അത്രയും എഫേർട്ട് എടുത്ത ചേച്ചി പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് നമ്മളോട് ചേർന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഓരോ സ്റ്റുഡൻസുമാണ് കേട്ടോ, ഇത്രയൊന്നും അല്ല. നമ്മൾ 1 or 2 പേരുകൾ പറയുന്നത് അതൊരു ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതല്ലാതെ ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. രാധികയുണ്ട്, അതുപോലെ ഷാനു, ജയചന്ദ്രൻ, ആൺകുട്ടികൾ, അബി, ഇതൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം അവർക്ക് ഓരോ ഡൗട്ടും, മിസ്സേ അതെന്താ ഇങ്ങനെ, അതെന്തുകൊണ്ടാണ്, അവർ പഠിക്കണ സമയത്ത് ഓരോരുത്തരും നമ്മളെ വിളിക്കുമ്പോൾ അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടി. വളരെ സന്തോഷമാണ്. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, മെൻറ്റേഴ്സിനും, ഇപ്പോൾ ശ്രീകലാ മിസ്സിനായാലും ആശാ മിസ്സിനായാലും ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത്രയും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അവർക്കൊരു കൂട്ടായിട്ട് ഞങ്ങൾ നിന്നതും വളരെ സന്തോഷമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന LPUP എക്സാം കഴിഞ്ഞു. നീണ്ട 1.5 വർഷത്തോളമുള്ള ഈ യാത്രയിൽ മാത്സുമായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. വളരെ നല്ല അധ്യാപകരായി തീരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ് ഓൾ. LPUP പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. LPUPയുടെ ആ ഒരു യാത്ര നോക്കുന്ന സമയത്ത് സൈക്കോളജി എന്ന സബ്ജക്റ്റുമായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലിയിൽ എനിക്കും ഒരു മെമ്പർ ആവാൻ സാധിച്ചു. വലിയ സന്തോഷം, അതിലേറെ ഒരു അഭിമാനം. കാരണം എന്താണെന്ന് വെച്ചാൽ LPUP പരീക്ഷയിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സ്റ്റുഡൻസ് നല്ല മാർക്ക് സ്കോർ ചെയ്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിലും വലിയൊരു സന്തോഷം ആസ് എ ടീച്ചർ ഇനി എനിക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ വളരെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളോടൊരു ആശംസ പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. എനിക്കറിയാം നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ മിക്കവാറും ഭൂരിപക്ഷം പേരും പാഷനായി തന്നെ ടീച്ചിങ്ങിനെ കാണുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വരുന്ന കുഞ്ഞു മക്കളെ നല്ലൊരു ടീച്ചറായി തന്നെ കൈകാര്യം ചെയ്യുന്നുള്ള വലിയ വിശ്വാസം എനിക്കുണ്ട്. സോ ജീവിതത്തിലും നല്ല അധ്യാപകരാകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം, നമുക്ക് മീറ്റപ്പിന് നേരിട്ട് കാണണം, ഈ സന്തോഷം നേരിട്ട് പങ്കുവെക്കണം. ഹായ്, ഞാൻ സഞ്ജയ്. നമ്മുടെ LPUPയുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. ഒരു വലിയൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ആ യാത്രയുടെ ഏകദേശം പകുതി വെച്ചാണ് ഞാൻ ഈ CCയിലേക്ക് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി. കാരണം
എന്താണ് രാവിലെ 5 മണി മുതൽ നമ്മൾ തുടങ്ങുന്ന നമ്മുടെ മോർണിംഗ് ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അതായത് നമ്മൾ SCERT ചാപ്റ്ററുകൾ അവിടെ വായിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ 5 മണി മുതൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഞാനും ഓർത്തു രാവിലെ 5 മണിക്ക് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യം ഓർത്തു. നമുക്കറിയാം ഏകദേശം 800 അല്ലെങ്കിൽ 1000-ലധികം കുട്ടികളാണ് നമ്മുടെ റീഡിംഗ് ക്ലാസ്സിന് മോർണിംഗ് 5 to 6 വരെയുള്ള ക്ലാസ്സിന് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ആ റീഡിംഗ് ക്ലാസ്സുകൾ കൊടുത്തു തുടങ്ങി. കുട്ടികളെ റീഡിംഗ് ക്ലാസ് വേണമെന്ന് പറയുകയും ചെയ്തു അല്ലേ. അങ്ങനെ നമ്മൾ എല്ലാ ഡേയും റീഡിംഗ് ക്ലാസ് കൊടുത്തു. പിന്നീട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് എങ്കിൽ നമുക്കറിയാം ഒരു ദിവസം ലൈവ് ക്ലാസ്സുകൾ മാത്രം 5 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് അല്ലേ. രാവിലെ 5 മണി മുതൽ 6 മണി വരെ മെൻറ്റർഷിപ്പ് ക്ലാസ്സുകൾ, റീഡിംഗ് ക്ലാസ്സുകൾ, പിന്നീട് 8 മണി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെക്കേഷൻ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ, അതിനുശേഷം ക്രാഷ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ, വീണ്ടും 2 മണി മുതലുള്ള വെക്കേഷൻ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ, ഏറ്റവും അവസാനം ഡേയുടെ എൻഡിൽ 9 മണി മുതൽ 10 മണി വരെയുള്ള നമ്മുടെ മെൻറ്റർഷിപ്പ് ക്ലാസ്സുകൾ. അത്തരത്തിൽ നമ്മൾ അതിലൊരുപാട് എഫേർട്ടുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ അധ്യാപകരും എല്ലാവരും ഒരുപാട് എഫേർട്ടുകൾ ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടുകൾക്കെല്ലാം ഒരു സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സാം കഴിഞ്ഞ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ റിവ്യൂ തന്നെയായിരുന്നു അല്ലേ. ഒരുപാട് പേര് പറയുകയുണ്ടായി ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ടീച്ചർ ആവണം എന്ന ആഗ്രഹമായിട്ട് CC ജോയിൻ ചെയ്തത്. അപ്പം അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം പഠിച്ചു വന്നു. ഒരുപാട് നാളത്തെ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ ആ ഒരു പഠിക്കണം എന്നുള്ള ചിന്ത തന്നെ മാറിപ്പോയ പലരും നമ്മളുടെ വിദ്യാർത്ഥികളായിരുന്നു. അവരെ വീണ്ടും അവരെ ഒരു ലക്ഷ്യബോധം മാറ്റി നമ്മുടെ CC. തീർച്ചയായിട്ടും അവർക്ക് ആ പഠിക്കണം, ഇനിയും ജോലി നേടണം, ഇനിയും സാധിക്കും എന്നുള്ള ഒരു ലക്ഷ്യബോധം അവർക്ക് ഉണ്ടാക്കി മാറ്റാനായിട്ട് സാധിച്ചു. LP-UP 2024 CC സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബാച്ചായിരുന്നു. അതായത് 2.5 വർഷത്തിന് മേലെയാണ് നമ്മൾ ആ ബാച്ചിനോടൊപ്പം സ്പെൻഡ് ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയായിരുന്നു LP-UP എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് LP-UPയുടെ ലൈവ് സെഷൻസ് നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുടെയും ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന LP-UPയുടെ ബാച്ചസ് ആയിരുന്നു. അപ്പം ഈ 2.5 വർഷത്തെ ഒരു ബാച്ച് ആയതുകൊണ്ട് തന്നെ ഓരോ ലൈവും ഫുൾ ഓഫ് എനർജിയാണ്. കാരണം നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ പിള്ളേർ ചോദിക്കും, അയ്യോ മിസ്സ് എന്ത് പറ്റി, മിസ്സ് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ എത്ര ടയേർഡ് ആണെങ്കിലും ആ ഒരു ലൈവ് സെഷനിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഫുള്ളി എനർജറ്റിക് ആവും. പിന്നെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. എന്താ പറയുക, ആസ് എ പേഴ്സൺ, ആസ് എ ടീച്ചർ ആ ഒരു സമയം നമ്മൾ കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. അതൊക്കെ പറഞ്ഞറിയിക്കാവുന്നതിലും ഒരുപാട് വലുതാണ്. പിന്നെ ഈ ഒരു LP-UPയുടെ ഭാഗമായിട്ട് ഞാൻ ഡീൽ ചെയ്ത സബ്ജക്റ്റ് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് കുട്ടികൾ വീക്കാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ വീക്കായവരിൽ ഒരുപാട് പേർക്ക് അത് പഠിക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഗ്രാം, ഇപ്പോൾ 0 to Hero ആയാലും എന്താ പറയുക, നമ്മുടെ ഒരു ഓഫ്ലൈൻ സെഷൻ കോഴിക്കോട് നടത്തി. ഇതെല്ലാം വൻ വിജയം ആയിരുന്നു ഈ പ്രോഗ്രാംസൊക്കെ. അപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ മൈൽ സ്റ്റോൺസ് ആയിരുന്നു ഈ പ്രോഗ്രാംസ് എല്ലാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികൾ, ആ ഒരു CC കുടുംബം ഒരുപാട് വലുതായി. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇന്ന് എവിടെ പോയാലും ഒരു കുട്ടിയെങ്കിലും വരും മിസ്സേ എന്നുള്ളൊരു വിളി, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വിളിയാണ്. ഇപ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കോൾസ് വരുമ്പോഴൊക്കെ ഭയങ്കര അഭിമാനമുണ്ട് ഇത്രയും വലിയൊരു ബാച്ചിൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. LPSA UPSA പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം ഏതൊരു പ്രോജക്റ്റിനേക്കാളും എപ്പോഴും വ്യത്യസ്തമാകാറുണ്ട് കഴിഞ്ഞ തവണകളിലുമൊക്കെ. പക്ഷേ ഈ തവണ അതിൻ്റെ ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം പ്രോജക്റ്റ് തുടങ്ങുന്നത് 960 ദിവസം മുമ്പ് തുടങ്ങി. എക്സാമൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് നേരത്തെ കയറി പ്രോജക്റ്റ് തുടങ്ങി. അപ്പോൾ അന്ന് തൊട്ട് എൻഗേജ്ഡാണ്. കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞ് പോയത് അറിഞ്ഞതേയില്ല. ഫുൾ ബിസി ആയിരുന്നു. പ്രോജക്റ്റ് പ്ലാനിങ്, ഓരോരോ കോഴ്സുകളും ഇങ്ങനെ ആയിരിക്കണം, ഈ കോഴ്സിന് ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കണം എന്നൊക്കെ ഭയങ്കര സജീവ പ്ലാനിങ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ അതിന് ഓരോ പ്രോജക്റ്റിനും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വരും, അതിൻ്റെ ഔട്ട്കം എങ്ങനെ വരുമെന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പറേഷന്, അതിന് വേണ്ടിയുള്ള പ്രമോഷൻസ്, ഷൂട്ടിങ്, അങ്ങനെ ആകെ രസകരമായിരുന്ന ദിവസമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ തകർന്നു എന്നൊക്കെ പറയുന്ന സ്റ്റേജിലേക്ക് എത്തിയത് UPയുടെ തലേ ദിവസം ഫൈനൽ ഡേയിൽ വിഷസ് പറയാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് 2 ദിവസം കൊണ്ടേ ഭയങ്കര ഡൗൺ ആണ്. എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനൊരു പരീക്ഷയാകുമ്പം കൃത്യമായി തന്നെ അതിൽ ആദ്യം തന്നെ എല്ലാ പരിപാടികളും തീർത്ത് വെച്ച്
ഫൈനൽ റിവിഷനൊക്കെ വരുന്നതാണ്. അതൊക്കെ കംപ്ലീറ്റ് നടന്നു. പക്ഷേ എന്നിട്ടും ഭയങ്കര സങ്കടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ബാച്ചിന് ആദ്യമായിട്ട് എനിക്കിങ്ങനെ പിരിയുമ്പം വിഷമം വരുന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് ആ ഫൈനൽ ഡേയിൽ എൻ്റെ പിള്ളേരെ കണ്ടിട്ട് നിങ്ങൾക്കൊരു വിഷസ് പറഞ്ഞ കൂട്ടത്തിൽ എനിക്കറിയില്ല, എന്തോ ഇനി നാളെ തൊട്ട് ഇവരെ കാണില്ലല്ലോ. ഇത്രയും ദിവസം 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന 3 വർഷം ഞങ്ങൾ ആക്റ്റീവായിരുന്നു, ഭയങ്കരമായിട്ടും ആക്റ്റീവായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിനും സമയം, ഒരു കാര്യത്തിന് ചിന്തിക്കാൻ സമയമില്ല. എല്ലായ്പ്പോഴും ഇത് തന്നെ LP-UP എന്ത് ചെയ്യും, അങ്ങനെ ഏറ്റവും കൂടുതൽ കോറിൽ നിന്ന പ്രോജക്റ്റായിരുന്നു. ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടികളും കൂടെ കരഞ്ഞു. പിന്നെ LP-UP എക്സാം കഴിഞ്ഞ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിലെ മാർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇവരിത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ആ എഫേർട്ട് കൊടുത്തപ്പം ആ എഫേർട്ടിന് കുട്ടികൾക്ക് പ്രതിഫലം കണ്ടു. നല്ല മാർക്കുകളിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടു ഇവർ. പിന്നെ എനിക്ക് LPSA ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കറിയാം നന്നായിട്ട് എഴുതും, എത്ര പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അത് അവോയ്ഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇവർ പെർഫോം ചെയ്യും, റാങ്ക് ലിസ്റ്റിലുണ്ടാകും എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ LPSA UPSA ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. സ്റ്റുഡൻസ് ഒരുപാട് പേര് കണ്ടു. പിന്നെന്താ കാര്യങ്ങൾ ഞങ്ങൾ അധ്യാപകരായാലും അപ്ഡേറ്റായി ഭയങ്കരമായിട്ട് കാരണം ഇതിനിടയ്ക്കൊക്കെ ഒരു എക്സാംസ് വരികയല്ലേ, അതെല്ലാം നോക്കി പോയിക്കൊണ്ടിരുന്നു. എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു കുട്ടി LPSA UPSAക്ക് CCയുടെ സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പം ഈവൻ ഗുരുവായൂരമ്പലത്തിൽ പോയപ്പം ഭയങ്കര റഷുള്ള ദിവസമാണ്. റഷുള്ള ദിവസത്തിൽ പോയപ്പോഴാണ് ഇതേപോലെ ഓടി വന്ന എൻ്റെ ഫ്രണ്ട് വെച്ച് ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ പഠിക്കുക ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെൻ്റാണ് ടീച്ചേഴ്സിനും ഇത്രയും കുട്ടികളിലേക്ക് എത്തപ്പെടുക. പിന്നെ ഫൈനൽ ടച്ചുകൾ, വീഡിയോസുകൾ, ആൻസർ കീ ഇറങ്ങുന്ന സമയത്ത് എല്ലാത്തിലും നമ്മൾ ആദ്യം ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ടീം ഒറ്റയ്ക്ക് നിന്നു. ഒരുപാട് ടീം മെമ്പേഴ്സ് എല്ലാവരും പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഇത്രയും ദിവസം കാണുന്ന അധ്യാപകരാണ്. അപ്പോൾ ആ അധ്യാപകരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. പക്ഷേ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. എല്ലാവരും അവരുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് എന്ന് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് സംതൃപ്തിയായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുത്തു, എൻ്റെ ടീമിന് കൊടുക്കാൻ പറ്റിയെന്ന് തോന്നിയ വൺ ഓഫ് പ്രോജക്റ്റാണ് ഈ ഒരു LPSA UPSA എന്ന് പറയുന്നത്. അത് ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മൊമെൻ്റായിരുന്നു.